എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡ്രീം മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇത് ഈ മലയാളം പോഡ്കാസ്റ്റിൻ്റെ 15-ാം അധ്യായമാണ്. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും 1000 നന്ദി. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒട്ടനേകം അവാർഡുകൾ നേടിയ ഒരു വനിതാ സംവിധായകയാണ്. ഡോക്യുമെൻ്ററി സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രഗത്ഭയായ സംവിധായകയാണ്. സമൂഹം അറിയേണ്ട ജീവിതങ്ങളെ കഥകളാക്കി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക മാത്രമല്ല, മറിച്ച് ആ സിനിമകളിലൂടെ സമൂഹത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു വിശിഷ്ട വ്യക്തിയും കൂടിയാണ്. എല്ലാ പ്രിയ മലയാളി ശ്രോതാക്കൾക്കും മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നു റിന്റു തോമസ്. എന്നാൽ നമുക്ക് റിന്റുവുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് കടക്കാം. ഹലോ റിന്റു, ഡ്രീം മലയാളത്തിലേക്ക് സ്വാഗതം. റിന്റുവിന്റെ സ്ഥിരതാമസം ഇപ്പോൾ എവിടെയാണ്? എന്റെ വീട് ഡൽഹിയാണ്. എന്റെ പേരൻസ് ഒരു 35 വർഷം മുമ്പ് ഡൽഹിയിൽ വന്നു. കോട്ടയം അവരുടെ നാട്. അപ്പം ഞങ്ങൾ ഡൽഹിയിൽ സെറ്റിലായി. ഡൽഹിയിൽ തന്നെ പഠിച്ചു, വളർന്നു, ജോലി അവിടെ തന്നെ. അപ്പം ഡൽഹി ഈസ് ഹോം. പക്ഷെ ഒരു 5 വർഷമായിട്ട് ഡൽഹി ഡസന്റ് ഫീൽ ലൈക്ക് ഹോം. കുറെ പ്രശ്നങ്ങൾ, ഒരു നമ്മൾ പറയത്തില്ല, ഒരു സ്പിരിറ്റ് സിറ്റിയുടെ അതങ്ങ് മാറാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി, ഇത് ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഓടി 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 ഇത്രയും പൊല്യൂഷൻ, ഇത്രയും അഗ്രഷൻ, എന്തോ ഡൽഹിയുടെ ഒരു പതുക്കെ ഒരു ഡിസ്കണക്ട് തുടങ്ങി. അപ്പം യാദൃശ്ചികമായി ഞങ്ങൾ ഇവിടെ വന്നു 3 വർഷം മുമ്പ് ഹിമാചലില്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ Airbnb തുടങ്ങി. അപ്പൊ ന്യൂ ഇയേഴ്സിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഓർത്തു, പോയി തണുപ്പത്ത് തന്നെ പോകാൻ, അവധി ആഘോഷിക്കാൻ. എന്നാലും വന്നു. അപ്പം ഒരു വല്ലാത്തൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ബിക്കോസ് ഞാൻ ട്രാവൽ കുറെ സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ താമസിച്ച് ആ സ്ഥലം അങ്ങനെ അറിഞ്ഞുള്ള എക്സ്പീരിയൻസ് കിട്ടത്തില്ല. നമ്മൾ 10 days ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫിലിം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശാന്തമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് വേണമായിരുന്നു. ഡൽഹിയിലെ ഓഫീസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഒരു കോക്കൂൺ വേണമായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞു, ഇവിടെ സ്ഥലമുണ്ടല്ലോ, അതിന് ഒരു റൂം നമുക്ക് സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അവരും ഫിൽം മേക്കേഴ്സ്. അപ്പൊ ഞങ്ങൾ ആ സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ കുറെ ടു ആൻഡ് ഫ്രോ നടത്തി. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൌൺ ആയപ്പം ഇവിടെ അങ്ങ് ലോക്ക്ഡ് ഔട്ട് ആയി. ബിക്കോസ് ഡൽഹിയിൽ തിരിച്ചു പോകാൻ വേണ്ടി പാസ് കിട്ടിയില്ല. അപ്പൊ ഒരു 3-3.5 മാസം ഇവിടെ തന്നെ സ്റ്റക്കായി. ഏതൻ തോട്ടത്തിൽ സ്റ്റക്കായ പോലെയായിരുന്നു. ബിക്കോസ് എല്ലാവരും അകത്ത്, there's a huge forest around. ഞങ്ങളുടെ ഫ്രണ്ട് 5 dogs ഉണ്ട്. ആപ്പിൾ ഓർച്ചറിന്റെ നടുവില വീട്. അവരുടെ അടുത്ത് റിവർ ഉണ്ട്. അപ്പൊ ഒരു ഔട്ട് ഓഫ് എനിബ്ലൈറ്റൻ ബുക്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ജീവിച്ചപ്പം മനസ്സിലായി, ഇറ്റ്സ് ഓൾസോ വെരി ഹാർഡ്. എല്ലാം സ്വയം ചെയ്യണം, എല്ലാം തന്നെ ചെയ്യണം. നമ്മൾ 5 മിനിറ്റിനകം ഓർഡർ ഡെലിവറീസ് വരത്തില്ല, നമ്മളെല്ലാം പ്ലാൻ ചെയ്യണം. അപ്പം ആ 3 മാസം ഇവിടെ താമസിച്ചപ്പോ മനസ്സിലായി ആ സ്വിച്ച് പോസിബിൾ ആണ്. അങ്ങനെ പിന്നെ ഇവിടെ ഞാനും എന്റെ ഹസ്ബൻഡും ഡിസൈഡ് ചെയ്തു, നമ്മളൊരു 50-50 ട്രൈ ചെയ്യാം. ബിക്കോസ് ജോലി ഫുൾ ഡൽഹിയാണ്. അപ്പം പകുതി സമയം അവിടെ, പകുതി സമയം ഇവിടെ. ഒരു മോഡൽ ട്രൈ ഔട്ട് ചെയ്യാനുള്ള അതിന്റെ ഒരു പ്രോസസ്സിലാണ് ഇപ്പം. അപ്പം നാട്ടിലുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? അപ്പം പേരൻസ് കോട്ടയത്തിൽ നിന്നാ അല്ലേ? കോട്ടയത്ത് എവിടെയാണ്? My father is from Pambadi and mummy in town Kalathilpadi. അപ്പം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ സിസ്റ്ററും ഞങ്ങൾ 2 പേര് വളർന്നുകൊണ്ട് ഇരുന്നപ്പം എല്ലാ വർഷവും മെയ് ജൂൺ ഫുൾ ട്രെയിനിലിരുന്ന് കേരള എക്സ്പ്രസിലിരുന്ന് തിരിച്ചു പോകാനുള്ള അതായിരുന്നു ഞങ്ങളുടെ വർഷത്തിലെ ഹൈലൈറ്റ്. ബിക്കോസ് അവിടെ വലിയൊരു ഫാമിലി ഉണ്ട്. മൈ മദർ ഇസ് 9th in the family. അപ്പം ഒത്തിരി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കളിക്കാൻ, and it was a big event. അപ്പം ഐ ഹാവ് വെരി വിവിഡ് മെമ്മറീസ് ഓഫ് കേരള. ഇവിടത്തെ സിറ്റി ലൈഫിൽ നിന്ന് ആബ്സലൂട്ട്ലി ഡിഫറെന്റ് ഒരു ഡ്രീം ലാൻഡ്സ്കേപ്പ് ഇപ്പം ചിന്തിക്കുമ്പം. ബിക്കോസ് നാട്ടിലെ ഒരു അന്തരീക്ഷം, അപ്പച്ചനും അമ്മച്ചിയും,
പിന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് റിയാലിറ്റി ആയിരുന്നു അത്. ആക്ച്വലി ട്രെയിനിൽ ഇരുന്ന് പോവുക, ഉമ്മിക്കിരി വെച്ച് പല്ല് തേക്കുക, കോഴിയുടെ പുറകെ ഓടുക, പറമ്പിൽ പോവുക, റബ്ബർ, അങ്ങനെ എനിക്ക് അപ്പൊ ഒരു നേച്ചറിനോടുള്ള ഒരു ആക്ച്വലി ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടി. അതൊരു നല്ലൊരു ക്രാഷ് കോഴ്സ് ആയിരുന്നു. അപ്പൊ അറിഞ്ഞില്ല. അപ്പൊ അതൊരു ഡ്രീം ലാൻഡ് പോലെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഓരോ ഫിലിംസിന് വേണ്ടി പോകുമ്പോഴത്തേനും ഓരോരുത്തർ അഗ്രികൾച്ചറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാം. അപ്പൊ എല്ലാവരും ഓർക്കും നിനക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഞാൻ ഓർക്കും ബിക്കോസ് ഐ ലിവ്ഡ് ത്രൂ ദാറ്റ്. അതൊരു വെരി ക്വയറ്റ് ലേണിംഗ് ആയിരുന്നു. ഗ്രേറ്റ്. വളരെ സിമിലാരിറ്റി എനിക്കും തോന്നുന്നു. ഞാൻ ഇതുപോലെ തന്നെ കേരളത്തിലായിരുന്നു, എന്നാലും നാട്ടിൽ പോകുന്ന ആ സമയം ഇതുപോലെ കോഴിയുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ റബ്ബർ ഇതിന്റെ ഇടയ്ക്ക് പോകുന്നതൊക്കെ. എന്റെ വൈഫിന്റെ വീട് ആക്ച്വലി കോട്ടയത്താണ്, കുടമാളൂർ. മലയാളി നാട്ടിലെവിടെയാ? ഓഫ്കോഴ്സ് മലയാളികൾ എവിടെ, ലോകത്തിലെ എവിടെ ചന്ദ്രനിൽ പോയി കണ്ടാലും നമ്മൾ ചോദിക്കും നാട്ടിലെവിടെയാണ്. എന്റെ മമ്മി അങ്ങനെ ചെയ്തോണ്ട് നമ്മൾ ഡൽഹിയിൽ എവിടെയായാലും പോയാ ആരെ കണ്ടാലും നാട്ടിലെവിടെയാ. അപ്പൊ ഞങ്ങൾ ഒത്തിരി മമ്മിയെ കളിയാക്കുമായിരുന്നു, എവിടെ ചെന്നാലും മനുഷ്യന്റെ DNA കണ്ടുപിടിച്ച്. എന്നിട്ട് നൗ ഐ സീ മൈസെൽഫ് ഡൂയിങ് ദ സെയിം. ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ നാട്ടിലെവിടെയാ, ഹാഫ് ദ ടൈം എനിക്ക് അറിയത്ത് പോലും ഇല്ല ആ സ്ഥലത്തിന്റെ പേര്. പക്ഷെ ഒരു സ്ട്രേഞ്ച് കണക്ഷൻ. അപ്പം ജിമ്മി അവിടെയാണോ വളർന്നത്? നാട്ടിലാ വളർന്നത്? ഞാൻ നാട്ടിൽ തന്നെയാണ് വളർന്നത്. മീൻസ് ഇതുപോലെ അവധിക്കാലത്ത് മാത്രമേ നാട്ടില് ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് പോകാറുള്ളൂ. അതൊരു ഭയങ്കര ഒരു കസിൻസിന്റെ കൂടെ കളിയും ഇതുപോലെ വലിയ ഫാമിലി ഉള്ളത് ഇത് തന്നെയാണ്. സോ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അത് നേച്ചറുമായിട്ട് ആ കണക്ഷൻ അത് കറക്റ്റ് ഇതാണ്. നമ്മളെ അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ജനറേഷന് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഹിമാചൽ പ്രദേശിലൊക്കെ പോയി ഇരിക്കേണ്ടി വരും കണക്ഷൻ. യെസ്. ഇപ്പോഴും നാട്ടിൽ ഇപ്പൊ കോവിഡ് കാരണം പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വർഷവും പോകാൻ ശ്രമിക്കാറുണ്ടോ ഇപ്പോഴും? ഇപ്പൊ കുറഞ്ഞു. സ്കൂൾ കാലം കഴിഞ്ഞ് ആ റെഗുലാരിറ്റി കുറഞ്ഞു. ഞാൻ ഇവിടെ പഠിച്ചു, എന്റെ സിസ്റ്റർ ചെന്നൈയിൽ പോയി, അങ്ങനെ. എന്നാലും എന്റെ പേരൻസ് ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുൾ എഫേർട്ട് നടത്തി. പിന്നെ ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിന്റെ റിതം വേറെ അല്ലേ, അവര് ബിസി. അപ്പൊ ആ സമയത്ത് സമ്മർ വെക്കേഷൻ എല്ലാവരും അവൈലബിൾ ആയിരുന്നു. പപ്പ ആദ്യമേ ലീവ് ചെയ്യുമായിരുന്നു. ഇപ്പൊ പോവും. ഞാൻ പോയിട്ട് എനിക്ക് തോന്നുന്നൊരു 3 വർഷമായി. കോവിഡ് കാരണമായിരിക്കും ഇനിയിപ്പം അടുത്തത് പോകാനുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും 30 വർഷമായിട്ടും ഡൽഹിയിലൊക്കെ താമസിച്ചിട്ടും മലയാളം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നാടിൽ എല്ലാ വർഷം പോകുന്നോണ്ടായിരിക്കും. ഇതിലും ബെറ്ററായിരുന്നു. ഇപ്പം സംസാരം ഇംഗ്ലീഷും ഹിന്ദിയും കൂടുതലായി പോയി. അതുകൊണ്ടാ. അല്ലെ വീട്ടിൽ ഉള്ള സമയത്ത് മൈ ഫാദർ വാസ് വെരി സ്ട്രിക്റ്റ്. വീട്ടിൽ മലയാളം സംസാരിക്കുക, വെളിയിൽ ഫ്രണ്ട്സ് സ്കൂളിൽ ഇംഗ്ലീഷ് ഹിന്ദി എന്തോ ആണ് ഈസ് ഓക്കെ. പക്ഷെ വീട്ടിൽ നമ്മൾ മലയാളം സംസാരിക്കും. ബട്ട് മൈ ഹസ്ബൻഡ് ഇസ് ആക്ച്വലി ബംഗാളി. അതുകൊണ്ട് 5 വർഷമായിട്ട് ആ മലയാളം മമ്മിയോടും പപ്പായോടും സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയത്തിയും അവള് മലയാളം കച്ചാപ്പക്കായ. അതുകൊണ്ട് അവളോട് ഫോഴ്സ് ചെയ്ത് പറഞ്ഞാലും ഒരു ലൈൻ മലയാളത്തിൽ പറയാതെ കഴിയുമ്പോഴത്തേന് ഫുള്ളായിട്ട് ഇംഗ്ലീഷോ ഹിന്ദി. അത് കാരണം ആ ടച്ച് ഇച്ചിരി ലൂസായി. അല്ലെങ്കിൽ ഐ വാസ് വെരി ഫ്ലുവന്റ്. ഞാൻ എന്റെ പിള്ളേരെ ഇപ്പൊ ഇതുപോലെ പഠിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് മലയാളം പറയിപ്പിക്കുക വീട്ടില്. അതുപോലെ തന്നെ എല്ലാരും ഒരു സൈക്കിൾ ഇങ്ങനെ പോയി വരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് വെരി വാല്യുബിൾ. അതില്ലായിരുന്നെങ്കിൽ ഇപ്പം ഒരാളോട് സംസാരിക്കാൻ ഒക്കത്തില്ല. ലാംഗ്വേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ചിന്തിക്കുമ്പോ ഏത് ലാംഗ്വേജിലാണ് ചിന്തിക്കാറ്? ഇംഗ്ലീഷ്? ബിക്കോസ് ഞാൻ മിനിഞ്ഞാന്നൊരു വാക്കിന് പോയപ്പോഴത്തേന് ഞാൻ വഴി മറന്നുപോയി. അപ്പൊ ഞാൻ ഒരിച്ചിരി പാനിക്കായി. ബിക്കോസ് രാത്രി ആവുന്ന സമയമായിരുന്നു, ഡാർക്ക് ആവുമായിരുന്നു. അപ്പത്തേന് ഞാൻ ഓർത്ത് ദൈവമേ, വീട്ടിലെത്തിയപ്പോ ഞാൻ ഓർത്ത് ഞാൻ എന്നാ ലാംഗ്വേജിലാ എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇറ്റ്സ് ആക്ച്വലി ഹിന്ദി. അത് എനിക്കും ക്വൈറ്റ് സർപ്രൈസ് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു നമ്മൾ ജനിച്ച് വളരുന്ന സ്ഥലമാണ് കൂടുതൽ കണക്ഷൻ. അപ്പം മറ്റേതെല്ലാം നമ്മൾ എക്സ്ട്രാ അക്വയർ ചെയ്യുന്ന പോലെ എനിക്കും തോന്നാറുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് കുറെ കാലം താമസിപ്പിക്കും ആകെ ഒരു ബ്രെയിൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും ഏത് ലാംഗ്വേജ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് കേട്ടു, ആദ്യം ആസ്ട്രോനോട്ട് ആകാനായിരുന്നു ആഗ്രഹം, പിന്നെ ഒരു റൈറ്റർ ആകാനായിരുന്നു ആഗ്രഹം, പിന്നെ അവസാനം ഒരു ഫിലിം മേക്കറായി. എങ്ങനെ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഡയറക്ടർ ആകാനുള്ള വഴിത്തിരിവ് എന്തായിരുന്നു?
ആസ്ട്രോനോട്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങ് പോയി. കാരണം നമുക്ക് ഈ സയൻസ് പഠിക്കണ, സയൻസ് കുഴപ്പമില്ലായിരുന്നു, മാത്തമാറ്റിക്സ് ഭയങ്കര കുഴപ്പമായിരുന്നു. അപ്പം എങ്ങനെയോ തട്ടിമുട്ടി ആ മാത്സ് ഞാൻ ക്ലാസ് 10 പാസ്സാക്കിയത്. ബാക്കിയിലെല്ലാം എനിക്ക് ലൈക്ക് ബ്രില്യൻറ്റ് സ്കോർസ്. പക്ഷെ മാത്സ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അതൊക്കത്തില്ലെന്ന് പ്രാക്ടിക്കലി മനസ്സിലായി. ഹിസ്റ്ററി പതുക്കെ എനിക്ക് തോന്നുന്നത് സ്കൂൾ ഒരു CBSE സ്ട്രക്ചറിൽ പതുക്കെ ഹിസ്റ്ററി പഠിച്ച് അതൊരു ഇച്ചിരി ബോറിംഗ് ആയപ്പോഴത്തേന് കണക്ഷൻ ഇല്ല. നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിനോടുള്ള ഒരു അട്രാക്ഷനിലായിരുന്നു ഹിസ്റ്ററി ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതങ്ങ് പീറ്റർ ഔട്ട് ആയി, കാരണം അതും പോയി. ഫിലിം മേക്കർ നല്ല, ആക്ച്വലി എനിക്ക് റൈറ്റിങ്ങിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. എൻ്റെ മദർ ഒത്തിരി എന്നെ എൻകറേജ് ചെയ്തായിരുന്നു എഴുതാനും, എലക്യൂഷൻ, ഡിബേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ. എനിക്ക് സ്പോർട്സിനോട് ഒരു റിലേഷൻഷിപ്പും ഇല്ലായിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ ചിന്തിച്ചു, എഴുത്ത് മീൻസ് ജേർണലിസം, അല്ലെ ഒരു ട്രാവൽ, ഫീച്ചർ റൈറ്റിംഗ്, അങ്ങനെ ആ സ്പേസിലോട്ടാണ് ഞാൻ പോയത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. അപ്പത്തേന് അത് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയി, ഈ സ്പേസിൽ തന്നെ, ആർട്സിൽ തന്നെ വേണം. അത് കഴിഞ്ഞ് MA പഠിക്കാൻ നേരത്ത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ജേർണലിസം സ്പെഷ്യലൈസ് ചെയ്യണോ അതോ മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണോ. അങ്ങനെ കുറെ സ്ഥലത്ത് അഡ്മിഷൻ ഒക്കെ ആയി. പക്ഷെ AJK MCRC ആയപ്പോഴത്തേന് അവിടെ ഭയങ്കര കോമ്പറ്റീറ്റീവ്, നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ആ സമയത്ത് ഒത്തിരി കോമ്പറ്റീറ്റീവ് ആയിരുന്നു. അത് കിട്ടിയപ്പോ എല്ലാവരും പറഞ്ഞു, ഓ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാ, ഇപ്പൊ എന്തിനാ വിടുന്നേ. So I thought, okay, and let's see what comes out of it. അങ്ങനെ പോയി. അവിടെ ഇറ്റ്സ് എ കളർഫുൾ കോഴ്സ്. നമ്മുടെ ഡിഫറെന്റ് ഫാക്കൽറ്റീസിനെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കോഴ്സ് ആക്ച്വലി. അത് റേഡിയോ ഉണ്ട്, പപ്പട്രി, ഫോട്ടോഗ്രഫി, സൗണ്ട്, ഹൗ സൗണ്ട് വർക്ക്സ്. അപ്പം ഒരു പുതിയൊരു ലോകം ഇങ്ങനെ ആക്ടിവേറ്റ് ആയി. പിന്നെ നമ്മൾ എങ്ങനെയാ, ഹൗ ഡു ഐ സേ ഇറ്റ്, നമ്മൾ എഴുതുമ്പോഴത്തേനും നമ്മൾ പേപ്പറിലല്ലേ എഴുതുന്നത്, പേന കൊണ്ട്, നമ്മുടെ ഇമാജിനേഷൻ. പക്ഷെ അതൊരു സ്ക്രീനിൽ ഹൗ ഡു യു റൈറ്റ് വിത്ത് വിഷ്വൽസ്, ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആ 2 വർഷം കിട്ടി. ആൻഡ് ദാറ്റ് വാസ് വെരി അട്രാക്റ്റീവ്. ഏത് കോഴ്സായിരുന്നു? ഇറ്റ്സ് മാസ്റ്റേഴ്സ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. അതെവിടെ ചെയ്ത്? AJK മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ, ജാമിയ യൂണിവേഴ്സിറ്റി. ഓക്കെ. ആൻഡ് ഇറ്റ്സ് സെക്കൻഡ് ഇയറിൽ ഒരു ഫിലിം ഉണ്ടാക്കണം, ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കണം, ഗ്രൂപ്പ് എക്സസൈസ് ആയിട്ട്. അതുണ്ടാക്കിയപ്പോഴത്തേന് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്, ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. പിന്നെ ദ സ്റ്റോറി വാസ് അബൌട്ട് ഒരു ഫോട്ടോഗ്രാഫർ. ആ പുള്ളി HIV പോസിറ്റീവ് ആയിരുന്നു, ഹീസ് ഓൾസോ ഗേ. അപ്പൊ ആ പുള്ളിയുടെ ഡിസീസ്ഡ്, സോ കോൾഡ് ഡിസീസ്ഡ് ബോഡി ഒരു വെപ്പൺ ആയിട്ട്, ഒരു സൈറ്റ് ഓഫ് ആർട്ട് ആയിട്ടായിരുന്നു പുള്ളി പ്രസന്റ് ചെയ്ത്, ഒരു സെൽഫ് പോർട്രേറ്റ്സ് എടുത്തിട്ട്. അപ്പം ഒരു ലെവൽ ഒത്തിരി ഇന്റലക്ച്വലൈസ്ഡ് വേ ഓഫ് ലുക്കിംഗ്, ബട്ട് ആക്ച്വലി വെരി സിമ്പിൾ. യുനോ, എന്റെ ബോഡിയിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിസീസ് കാണുന്നു, ബട്ട് ഐ സീ എ പേഴ്സൺ. യുനോ, ഇറ്റ്സ് അബൌട്ട് പെർസ്പെക്റ്റീവ്. അപ്പൊ ആ ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ ഞാൻ എന്റെ പേരൻസിനെ കൊണ്ടുപോയി. ആദ്യമായിട്ട് ഞങ്ങൾ ആസ് എ ഫാമിലി ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി സംസാരിച്ചു. ആൻഡ് ഹൗ ഇറ്റ്സ് ഓക്കെ ടു ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓറിയന്റേഷൻ. അങ്ങനത്തെ കോൺവെർസേഷൻ ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടേ ഇല്ല ടിൽ ദെൻ, ബിക്കോസ് വി ആർ ഓൾ വെരി ഡിവൗട്ട്, brought up as very devout Christians, and it was very different there. അപ്പൊ എനിക്ക് തോന്നി that filmmaking can actually change people's minds, അല്ലെ ഒരു വേറെ ഒരു പെർസ്പെക്റ്റീവിനെ, ഒരു പോസിബിലിറ്റി എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ആണ്. അങ്ങനെ അങ്ങ് ഇൻട്രസ്റ്റ് തോന്നി, ആ വഴിയിൽ അങ്ങ് പോയി ഇറങ്ങി. ഗുഡ്. എപ്പോഴാണ് ഭർത്താവിനെ കണ്ട് പരിചയപ്പെട്ടത്? നിങ്ങൾ രണ്ടുപേരും കോ ഡയറക്ടേഴ്സ് അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് എല്ലാത്തിലും അങ്ങനെ ഒരു ഉഗ്രൻ ഇതുകൊണ്ട്, എന്താ പറയാ, ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? MA പഠിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ആ ഫൈനൽ ഫിലിം ചെയ്തതിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പില്, സോ വി വർ ഫ്രണ്ട്സ്. പക്ഷെ ഇങ്ങനെ റൊമാൻസ് ഒന്നും അപ്പം ഇല്ലായിരുന്നു. സോ ഞങ്ങൾ പാസ് ഔട്ട് ചെയ്ത് 2008 2009 ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനി തുടങ്ങി. വി കോൾഡ് ഇറ്റ് ബ്ലാക്ക് ടിക്കറ്റ് ഫിലിംസ്. അതൊരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി. വി ബീൻ അറൗണ്ട് ഫോർ 12 years. ദ ഫോക്കസ് വാസ് നോൺ ഫിക്ഷൻ. അല്ലെ, ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇച്ചിരി ഡോക്യുമെന്ററി എന്നാ കാണുന്നത്. ആസ് മൈ ഫാദർ സേസ്, ഫീച്ചർ ഫിലിം ആണെങ്കിൽ കണ്ടോളാം, ഈ ഡോക്യുമെന്ററി ഒന്നും വേണ്ട. അപ്പം അങ്ങനെ നമ്മൾ എങ്ങനെ റിയൽ ലൈഫ് ആൾക്കാരുടെ സ്റ്റോറി പോർട്രേ ചെയ്യുമ്പം എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാം, എങ്ങനെ അത് ആക്സസിബിൾ ആക്കാം, ആ ഒരു ഫിലോസഫി വെച്ച കമ്പനി തുടങ്ങിയത്. And then we worked for about 9 years purely as colleagues.
അത് കഴിഞ്ഞപ്പോഴത്തേന് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഓക്കെ മേ ബി ദിസ് ഈസ് ദ പേഴ്സൺ. നിങ്ങളുടെ ഏത് സിനിമ ഇപ്പൊ പഴയ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യത്തത് ദ മിറക്കിൾ വാട്ടർ വില്ലേജ് 2010, അത് കഴിഞ്ഞ് ദില്ലി 2011, ടിംബക്ടു 2012, ഇതൊക്കെ വളരെ എന്താ പറയാ വളരെ ഫേമസ് അക്ലൈംഡ് സിനിമകൾ എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവെ ഡോക്യുമെന്ററി ഫിലിം നേരത്തെ പറഞ്ഞ പോലെ പൊതുവെ ആൾക്കാർ ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വിച്ച് ഓഫ്, അത് കാണാൻ അധികം ഇതില്ല. ഈ അടുത്ത് ഞാൻ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് നടത്തിയായിരുന്നു കണ്ണൻ ഗോപിനാഥൻ. പുള്ളി പറഞ്ഞതാണ് ഇഫ് യു ഡു നോട്ട് മേക്ക് the important things interesting, then the interesting things will become important. അപ്പം റിന്റു ഇപ്പൊ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് തിങ്സിന് ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാതും കാണുമ്പോഴും എനിക്ക് നല്ല സ്റ്റോറി ടെല്ലിങ്, എല്ലാം ഒരു കഥയുടെ രീതിയിലാണ് നീങ്ങി പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ സോഷ്യലി റെലവെന്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ ചിന്തിക്കാറ്? സോഷ്യൽ ജസ്റ്റിസ് അങ്ങനെ കോൺഷ്യസ് ഡിസിഷൻ അല്ലായിരുന്നു, പക്ഷെ അതൊരു പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നാച്ചുറലി ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ആണ്. നമ്മളിപ്പം എനിക്ക് തോന്നുന്നത് നൗ ഒരു വിത്ത് ദ ഡിസ്റ്റൻസ് ഓഫ് 10 years ഐ കൻ ആക്ച്വലി മേ ബി തിങ്ക് ദാറ്റ് നമുക്കിപ്പോൾ ഭയങ്കര പ്രിവിലേജ് ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇഫ് ഐ ലുക്ക് അറ്റ് ഇറ്റ് ഒരു കർഷകനായിരുന്നു. എഡ്യൂക്കേഷൻ ഒക്കെ ഒത്തിരി ലിമിറ്റഡ്. പക്ഷെ പുള്ളി അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയില് പുള്ളിക്ക് നിർബന്ധമായിരുന്നു പിള്ളേരെ പഠിക്കണം. അപ്പൊ പിള്ളേരെ പഠിപ്പിച്ചു. പിന്നെ പഠിച്ചു കഴിഞ്ഞ് ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് ഗോ ഔട്ട്. കേരളത്തിൽ ഇപ്പൊ എന്റെ ഫാദർ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയർ ആണ്. വെളിയിൽ പോയി, ഇറാഖി വാറായി, തിരിച്ചു വന്നു, ഡൽഹിയിൽ പോയി തന്നെ ഒരു ബോട്ടംസ് അപ്പ് അപ്രോച്ചിൽ ജോലി ചെയ്ത് രണ്ടുപേരും, മൈ പേരൻസ് ബോത്ത് വർക്കിംഗ്, അങ്ങനെ ഉണ്ടാക്കിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൊബിലിറ്റി ബിക്കോസ് ഓഫ് എഡ്യൂക്കേഷൻ എനിക്കും എൻ്റെ സിസ്റ്ററിനും കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? with that education, that opportunity, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. പക്ഷെ വിച്ച് മീൻസ് ഓൺലി X% ഓഫ് ആൾക്കാർക്ക് അവിടെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ അഡ്വർടൈസിംഗിൽ പോകാനുള്ള ഒരു അതും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് എല്ലാം പോയി. പക്ഷെ വൺ തിങ് ദാറ്റ് ഹെൽപ് മീ ബാക്ക് വാസ് അവിടെ പോയിട്ട് എന്തോ ചെയ്യുന്നത്. യു ഡിസൈനിങ് ക്യാമ്പയിൻസ്, ഇറ്റ്സ് വെരി ക്രിയേറ്റീവ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ സെല്ലിംഗ് എ പ്രോഡക്റ്റ്. Do I want to do that all my life? I wasn't sure. അങ്ങനെയാണ് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു, ബിക്കോസ് അതൊരു വലിയൊരു റിസ്ക് ആയിരുന്നു, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് നമ്മൾ പറയത്തില്ലേ. ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ് ഓഡിയൻസ് ഇല്ല, ഫണ്ടിങ്ങും ഇല്ല. അപ്പം നമ്മൾ രണ്ടും DIY. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പം അതിന്റെ ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ട്, നമുക്ക് സാലറീസ് കൊടുക്കണം, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ there was no income, there was just literally all money. ഞാൻ ഫ്രീലാൻസ് പ്രോജക്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് ഫ്രീലാൻസ് പ്രോജക്ട് ചെയ്തുണ്ടാക്കിയ പൈസ പൂൾ ചെയ്താണ് ഇത് കമ്പനി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു that ഒരു when you make what you just said, important things interesting, people will watch because it's all about stories. ഒരു കഥ ആർക്കും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു കഥ. അപ്പം നമ്മളൊരു സീരിയസ് കാര്യമാണേലും അത് കഥയിലൂടെ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ആളുടെ റിയാലിറ്റിയിൽ ഒത്തിരി ദൂരമായിട്ടുള്ള കാര്യമാണേലും അത് നമ്മൾ നിന്ന് കേൾക്കും, മനസ്സിലാക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഉണ്ടായിരുന്നു. ആ ഒരു ബ്ലൈൻഡ് അതിൽ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്താണ് തുടങ്ങിയത്. And I think now it's exactly that's how it's panned out. വേറൊരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഓരോ സിനിമകൾ, ഇപ്പൊ ഈ പറഞ്ഞ സിനിമകൾ, ഇപ്പൊ നമ്മുടെ റൈറ്റിംഗ് വിത്ത് ഫയർ ഇൻക്ലൂഡഡ്, അത് അവസാനം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. പക്ഷെ ഇപ്പൊ ടിംബക്ടു ആണെങ്കിലും മിറക്കിൾ വാട്ടർ വില്ലേജ് ആണെങ്കിലും ദില്ലി ആണെങ്കിലും എല്ലാം ഓരോരോ ഏരിയ, ഇന്ത്യയുടെ പല പല ഏരിയ. ഇപ്പൊ മിറക്കിൾ വാട്ടർ വില്ലേജ് എനിക്കൊന്ന് മഹാരാഷ്ട്രയിലായിരുന്നു കൂടുതലും അല്ലെ, അതേസമയം ടിംബക്ടു ആന്ധ്രയിലായിരുന്നു, ദില്ലി ഡൽഹിയിലായിരുന്നു. അപ്പൊ ഓരോ ലാംഗ്വേജും ഇൻവോൾവ് ആണ്. ഇങ്ങനെ പല പല മനുഷ്യരുടെ വേറെ ഭാഷകൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ്, ഒരു കഥ എങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ്, അതെ ചാലഞ്ചിങ് ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ അകത്ത് പറയാനുള്ളത്? ആക്ച്വലി മിറക്കിൾ വാട്ടർ വില്ലേജ്
ഞങ്ങളുടെ ഫസ്റ്റ് ബിഗ് പ്രോജക്റ്റ് ആയിരുന്നു. അതിന് മുന്നേ ഇപ്പം എങ്ങനെയാ ഒരു കമ്പനി തുടങ്ങി, ഓക്കെ ഇത് എങ്ങനെയാ ഒന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് നടത്തുന്നത്, ഇതിന്റെ ക്യാപിറ്റൽ എങ്ങനെയാ റീജനറേറ്റ് സെൽഫ് സസ്റ്റൈനിങ് എങ്ങനെയാ ആക്കുന്നതെന്നായിരുന്നു തുടക്കത്തിൽ. അപ്പൊ ഞങ്ങൾ കുറെ ഓർഗനൈസേഷൻസിന് അടുത്ത് എന്ന് പറഞ്ഞു വി വുഡ് ലൈക്ക് ടു മേക്ക് ഫിലിംസ്. അപ്പൊ അവർ പറഞ്ഞു ബട്ട് യു ഡോണ്ട് ഹാവ് എ ബോഡി ഓഫ് വർക്ക്. അപ്പൊ ഞങ്ങൾ ഓർത്തു ഞങ്ങൾ തന്നെ ഇൻഡിപെൻഡന്റ് ഫിലിംസ് ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഇൻഡിപെൻഡന്റ് ഫിലിംസ് ആണ് പിന്നെ നമ്മൾ വർക്ക് റീലായിട്ട് ഓരോ ഓർഗനൈസേഷൻ ക്ലയൻസിനെ കാണിച്ചിട്ട് ദെൻ ദേ ഗെറ്റ് ദ കോൺഫിഡൻസ്, ഓക്കെ ഇവർക്കത് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് കമ്മീഷൻഡ് വർക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പം ആക്ച്വലി ഞങ്ങളുടെ വർക്ക് രണ്ട് ഒരു വേർട്ടിക്കൽസ്, കോർപ്പറേറ്റ് ലാംഗ്വേജിൽ പറയുന്ന പോലെ ഇൻഡിപെൻഡന്റ് വർക്കും കമ്മീഷൻഡ് വർക്കും. അപ്പൊ കമ്മീഷൻഡ് വർക്ക് കാരണം കുറെ ട്രാവൽ ചെയ്യാൻ കിട്ടി, ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദിസ് അമേസിംഗ് കൺട്രി. ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്ത് അവരുടെ ലൈഫ്സിൽ ഒരു ലിറ്റിൽ എൻട്രി പോയിന്റ് കിട്ടി. അതെനിക്ക് ഒത്തിരി ഒത്തിരി ആക്ച്വലി ഇതൊരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾ മിറക്കിളിനെ പറ്റി പറയുമ്പത്തേന് ഒരു UK എൻവയൺമെന്റ് ഫിലിം ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് 2008-2009 ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ, ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒരു യുണീക്ക്, ഇറ്റ് വാസ് ജസ്റ്റ് എ ഗ്രാന്റ്. അപ്പം ആദ്യമായിട്ട് ഒരു കുറെ ലക്ഷങ്ങൾ ഉള്ള ഒരു പ്രൊജക്ട് ആക്ച്വലി ഞങ്ങൾ പിച്ച് ചെയ്ത് കിട്ടി. അതിലാണ് ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ, ഞങ്ങളുടെ എഡിറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ക്യാമറ ഇൻഫ്രാസ്ട്രക്ചറും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. അതിന്റെ ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു, ഫൈൻഡ് എ സ്റ്റോറി ഓഫ് എൻ ഇൻസ്പിറേഷണൽ കമ്മ്യൂണിറ്റി. നേച്ചർ എൻവയൺമെന്റിനെ ഹാർഷ്നെസ്സിനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു ഡിഫറെന്റ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് ഹിവ്ഡെ ബസാർ, അഹമ്മദ് നഗർ മഹാരാഷ്ട്രയിൽ കണ്ടുപിടിച്ചതും അവിടെ ചെന്ന് എനിക്ക് തോന്നുന്ന ലാംഗ്വേജ് ഒരു ബാരിയർ ആണ് നമ്മുടെ കൺട്രിയില്. പക്ഷെ ഇന്റന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തിനാ വന്നത്, അതെങ്ങനെയാ ചെയ്യുന്നത്. ബിക്കോസ് ആദ്യത്തെ ദിവസം തൊട്ടേ ക്യാമറ റോൾ ചെയ്യത്തില്ല. ഞങ്ങൾ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ റിയാലിറ്റീസിൽ ഇൻഹെബിറ്റ് ചെയ്ത് വീട്ടിൽ പോയി കഴിച്ച് അങ്ങനെ പതുക്കെ ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ വേറെ റിയാലിറ്റി എന്നാ വന്നിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് ക്ലാസ്, ഇൻ ടേംസ് ഓഫ് മേ ബി ഈവൻ കാസ്റ്റ്, ഐ ഡോണ്ട് നോ, സംസാരിക്കുന്ന രീതി, ഡ്രസ്സിന്റെ രീതി എല്ലാം വേറെയാ. പക്ഷെങ്കിൽ there is something that connects both of us, and that is our common humanity and our deep interest in portraying them with dignity. അതൊത്തിരി ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ കുറെ ആൾക്ക് നമ്മുടെ റിയാലിറ്റിന്ന് ഇറങ്ങി എസ്പെഷ്യലി റൂറൽ ഇന്ത്യയിൽ ചെല്ലുമ്പത്തേൻ these are not well off people, there is a lot of poverty. പക്ഷെ അവിടെ നമ്മൾ ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ ഞാൻ കാണുന്നത്, ഐ ഡോണ്ട് സീ പോവർട്ടി, റൈറ്റ്? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് കിട്ടിക്കഴിയുമ്പത്തേൻ then it's easy. പിന്നെ ഇറ്റ്സ് ഓൾ ലോജിസ്റ്റിക്സ്. നമ്മൾ ട്രാൻസ്ലേറ്ററിനെ കാണുക, അല്ലെങ്കിൽ പേഷ്യൻസ്, നീഡ്സ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് തെലുഗു, കന്നഡ, തമിഴ് എല്ലാം ഓവറോൾ മനസ്സിലാവുമെന്ന് എനിക്ക് ഇത്ര നാൾ കഴിഞ്ഞ് മനസ്സിലായി. ഒരാൾ എന്താ സംസാരിക്കുന്നതെന്ന് ഓവറോൾ മനസ്സിലാവും. അങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്സ് ആക്ച്വലി ആൻഡ് ട്രസ്റ്റ്. ഗ്രേറ്റ് യാ. സോ അതെല്ലാം ഉഗ്രനായിട്ട് തോന്നിയത്. ഈ സിനിമകൾ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് ഏതായിരുന്നു? ഐ തിങ്ക് ദില്ലി എന്ന് വെച്ചാൽ അതിനൊരു ഫോം, ഇറ്റ്സ് ലൈക്ക് എ വിഷ്വൽ പോയട്രി. അതിനൊരു ഫോം കൊടുക്കാൻ ഇച്ചിരി ചാലഞ്ചിങ് ആയിരുന്നു. നമ്മൾ ആ ഫിലിമിന്റെ ജെനസിസ് എന്ന് വെച്ചാൽ 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് വന്നു. അപ്പം ഭയങ്കരം സെലിബ്രേഷൻ, ലോട്ട്സ് ഓഫ് മണി, ഇൻഫ്രാസ്ട്രക്ചർ. സഡൻലി ആക്ച്വലി ഡൽഹിയുടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയത് ആ സമയത്താണ്. ലോട്ട്സ് ഓഫ് ക്രേസി കൺസ്ട്രക്ഷൻ. പക്ഷെ കോമൺവെൽത്ത് അടുക്കാറായപ്പോഴത്തേന് വലിയ വലിയ ബോർഡ്സ് ഇങ്ങനെ, ഹോർഡിങ്സും വലിയ ബ്ലൂ ബോർഡ്സ് ഇങ്ങനെ വന്ന് അതിന്റെ പുറകിൽ നമ്മുടെ ഈ ഷാൻറ്റീസും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന വീടുകള്, ജുഗി ഞങ്ങൾ ഇവിടെ പറയുന്ന പോലെ, അതെല്ലാം ഹൈഡ് ചെയ്തു ബിക്കോസ് വി വോണ്ട് ടു ഷോ beautification of India, beautification of Delhi, and that was so disgusting to watch actually. എന്നിട്ട് ഈ മൈഗ്രന്റ് ലേബറേഴ്സിനെ തിരിച്ചു വീട്ടിൽ പറഞ്ഞു വിട്ടു, സ്റ്റാമ്പ് കയ്യിൽ വെച്ചിട്ട്, ദാറ്റ് യു നോ
you don't belong here. അപ്പൊ അതിന്റെ ഒരു കോൺട്രഡിക്ടറി ഐറണി, ആരുടെ കൈകൾ ബോഡീസ് ഈ സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നോ ആവശ്യം കഴിയുമ്പോഴത്തേനും ഓക്കെ യുനോ യു ഡോണ്ട് ബിലോങ് ഹിയർ. ആ ഒരു സ്പിരിറ്റിനെ കണ്ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ക്രിട്ടീക്ക് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ദില്ലി തുടങ്ങിയത് ആസ് എ പ്യുവർ റെസ്പോൺസ് ടു വാട്ട് ഈസ് ഗോയിങ് ഓൺ. അങ്ങനെ ചെയ്തപ്പോഴത്തേന് വി ഇന്റർവ്യൂഡ് മെനി പീപ്പിൾ, കൺസ്ട്രക്ഷൻ ലേബറേഴ്സ്, മൈഗ്രന്റ് ലേബറേഴ്സ്. ചെയ്ത് വന്നപ്പോഴത്തേന് കുറെ ഇന്റർവ്യൂസ് ആയി. പക്ഷെ ഇതെങ്ങനെ ഒരു സ്റ്റോറി ഫോം, ഒരു എൻഗേജിങ് സ്റ്റോറി ആക്കി നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനൊരു വിഷ്വൽ പോയട്രി, ലൈക്ക് ഹൂ ഇസ് ഡൽഹി ഓർ വാട്ട് ഇസ് ഡൽഹിയെക്കാട്ടിലും ലൈക്ക് ഹൂ മേക്സ് ഡൽഹി, അങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ റിവർ യമുന വിച്ച് ഇസ് ഡൈയിങ്. അതൊരു സിംബോളിക് ഒരു റെപ്രസെന്റേഷൻ ഓഫ് ദ സിറ്റിയാണ്. സോ അങ്ങനെ 5 ഡിഫറെന്റ് സ്ട്രാൻഡ്സിനെ ഒരുമിച്ച് വരുത്തി ഒരു എൻഗേജിങ് നാരറ്റീവ് ബിൽഡ് ചെയ്യാൻ ഒരു ഇച്ചിരി ചാലഞ്ച് ആയിരുന്നു. വി ഹാഡന്റ് ഡൺ ദാറ്റ് ബിഫോർ. പക്ഷെ ആ ഫിലിം അങ്ങ് വല്ലാത്ത അങ്ങ് വൈറൽ ആയി, വിച്ച് വാസ് വെരി സർപ്രൈസിങ്. 2009 നമ്മൾ ഇങ്ങനെ മാനുഫാക്ചർഡ് വൈറാലിറ്റി ഇല്ലായിരുന്നല്ലോ, ഫേസ്ബുക്ക് ഓട്ടോമേറ്റഡ് അല്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ ട്രാൻസിഷൻ ഫ്രം ഓർക്കുഡ് ടു ഫേസ്ബുക്ക്. അപ്പൊ ഒരു ഓർഗാനിക് വൈറാലിറ്റി ആയപ്പോഴത്തേനും മനസ്സിലായി നമ്മൾ ചിന്തിക്കുന്ന പോലെ ബാക്കി ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്, അവർക്കും ആ ഫ്രസ്ട്രേഷൻ ഉണ്ട്. And therefore that connection with the story. And I would say that is, for me, my most special film is Dilli. Great. So ഇപ്പോഴത്തെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയിലോട്ട് വരാം, റൈറ്റിംഗ് വിത്ത് ഫയർ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ അവാർഡുകൾ ഇപ്പൊ തന്നെ നേടിക്കഴിഞ്ഞു. 2021 സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഡിയൻസ് അവാർഡ് പ്രേക്ഷകരുടെ വിഭാഗത്തിൽ വിന്നർ, വേൾഡ് സിനിമ ഡോക്യുമെന്ററി കാറ്റഗറി. പിന്നെ വേൾഡ് സിനിമ ഡോക്യുമെന്ററി സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ ഇമ്പാക്ട് ആൻഡ് ചേഞ്ച്, അതിന് വിന്നർ. പിന്നെ സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വിന്നർ ഗോൾഡൻ ഗേറ്റ് അവാർഡ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ. പിന്നെ സിയാറ്റിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2021 വിന്നർ സ്പെഷ്യൽ ജൂറി പ്രൈസ് ഡോക്യുമെന്ററി കോമ്പറ്റീഷൻ. സോ ഇത്രയും അവാർഡുകൾ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്പേസ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന ഡോക്യുമെന്ററീസ്, നോൺ ഫിക്ഷൻ, ഒത്തിരി ഷോർട്ട് ഫിക്ഷനുള്ള സ്പേസിലായിരുന്നു. മാക്സിമം ഡ്യൂറേഷൻ വുഡ് ബി 18 minutes to 30 minutes. ടിംബക്ടു വാസ് ഐ തിങ്ക് 28. ഒരു ഫീച്ചർ ലെങ്ത് ഫിലിം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഒരു കറക്റ്റ് ടോപ്പിക് കിട്ടുന്നില്ലായിരുന്നു. ഒരു ജിമ്മി ഇപ്പൊ ചോദിച്ച പോലെ എന്താണ് ഒരു അട്രാക്ഷൻ ടു എ ടോപ്പിക്, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. യു ഹാവ് ടു ഫൈൻഡ് റീസൺ ടു ഡു ഇറ്റ്. അങ്ങനെ കുറെ നാളായിട്ട് ഞങ്ങൾ വായിച്ചാണ് നമ്മൾ ഒത്തിരി റീസെർച്ച് ചെയ്യുന്നത്, ഓൺലൈൻ ആൻഡ് അതർവൈസ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ ഇരുന്നപ്പോഴാണ് ഒരു ഫോട്ടോ സ്റ്റോറി കണ്ടത്. It was a stunning stop motion photo story, and about this woman who was in ഉത്തർപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ ഈ ഒരു സ്ത്രീ സാരി ഒക്കെ കൊടുത്ത് ഒരു ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റോറിക്കകത്ത് അക്കമ്പനിങ് ടെസ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ആ ന്യൂസ് പേപ്പർ പുള്ളിക്കാരത്തി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, റിപ്പോർട്ട് ചെയ്ത്, പ്രൊഡക്ഷൻ ചെയ്ത്, പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന. ആൻഡ് ഷീസ് എ ദളിത് വുമൻ. അപ്പം ഈ ഡിഫറെന്റ് ഫാക്ട്സ് നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്ത് ഒരാളില് എനിക്ക് കണക്ഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് യു ഹാവ് എൻ ഇമേജ് ഓഫ് വാട്ട് എ റൂറൽ ദളിത് വുമൻ ലുക്സ് ലൈക്ക് ആൻഡ് ക്യാൻ തിങ്ക് ആൻഡ് ക്യാൻ അച്ചീവ്. അപ്പൊ അങ്ങനെയാണ് ഖബർ ലഹരിയ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിനെ പറ്റി അറിയുന്നതും. അവര് 14 years ആയിട്ട് റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു റൂറൽ ഉത്തർപ്രദേശില്. ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് അവരോട് കൂടി സംസാരിച്ചപ്പം മനസ്സിലായി അവർ ആ വർഷം ഇൻ ദ 15th year പ്രിന്റ് ചെയ്യുന്ന ഡിജിറ്റൽ ആകാനുള്ള ഒരു ട്രാൻസിഷനിലായിരുന്നു. അപ്പം റൂറൽ ദളിത് വിമൻ, മോസ്റ്റ് ഓഫ് whom have never even seen a smartphone, to dream of a digital enterprise, അത് എന്തൊരു ഇമ്പോസിബിൾ, ഒരു ടിപ്പിക്കൽ ഡേവിഡ് വേഴ്സസ് ഗൊലയത്ത് സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതിൽ തോന്നി ദാറ്റ് this is going to be fun, this is going to be amazing women. And എന്റെ ജീവിതത്തിൽ അപ്പൊ ഓർത്തത് ഒരു 2 to 3 year കമ്മിറ്റ്മെന്റ് എന്നാണ്. ഇറ്റ് ഇവൻച്വലി ബിക്കം 5. അപ്പൊ ആ സമയത്ത് ഇപ്പം നമ്മൾ 3 വർഷം ജീവിതത്തിൽ സ്പെൻഡ് ചെയ്ത ഒരു സ്റ്റോറിയുടെ കൂട്ടത്തിൽ ഇൻഹെബിറ്റ് ചെയ്യണമെങ്കിൽ അത് ദാറ്റ് ഹാസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അപ്പം ഐ ലവ് വിമൻ സ്റ്റോറീസ്.
My partner also loves the idea of women looking at the world in a different way. Angane we just started off, and then it took 5 long years. ഗ്രേറ്റ്. ഇത്രയും കാലം കാത്തിരുന്നതിൽ എന്തായാലും അതിന് ഫലം കിട്ടി. ഹിന്ദിയിൽ എന്തോ അങ്ങനത്തെ എന്തോ സെയിങ് ഇല്ലേ, ദേറായി മഗർ, അങ്ങനെ എന്തോ എക്സാക്ട് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ എന്തോ ഒരു സെയിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഗുഡ്. ഹസ്ബൻഡ് വെസ്റ്റ് ബംഗാളിൽ നിന്നാണോ അതോ ഡൽഹിയിൽ തന്നെയാണോ? ഓക്കെ. അപ്പൊ ബംഗാളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ആദ്യം പോയത് ആക്ച്വലി ഷൂട്ടിംഗ് ചെയ്യാൻ, ഒരു പ്രോജക്ട് ചെയ്യാനായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ ഫൺ അടിക്കാൻ വേണ്ടി പോയി, ഫാമിലീസിനെ മീറ്റ് ചെയ്യാൻ പോയി. നമ്മുടെ നാടുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നല്ലേ അവിടെ? പിന്നെ ഫിലോസഫി, പൊളിറ്റിക്കൽ ഐഡിയോളജി, ഫുഡ്, കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ തന്നെ ഇൻഗ്രീഡിയൻസിലുള്ള വെച്ചുള്ള വേറെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൾച്ചർ എന്നാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. മീനും വളരെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ബംഗാൾ. വല്ലാത്ത നമ്മളെക്കാട്ടിലും കൂടുതൽ ആക്ച്വലി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഇവിടെ പോയപ്പോ അവിടെ മീൻ അവര് സ്പെഷ്യൽ ആയിട്ട് തന്നു. അതിന് മധുരം ഉണ്ടായിരുന്നു. മധുരമുള്ള മീൻ ആദ്യമായിട്ട് കഴിച്ചു. സോ ഇതുവരെയുള്ള സിനിമകളിൽ ഇപ്പൊ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ദില്ലി എന്ന് പറഞ്ഞു, ഏറ്റവും മനസ്സിന് സന്തോഷം നൽകിയത് ഏത് സിനിമയാ? ആക്ച്വലി ഒരു ചെറിയൊരു ഫിലിം ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഇൻ സെർച്ച് ഓഫ് മൈ ഹോം. ഐ തിങ്ക് വി ഡിഡ് ഇറ്റ് ഇൻ 2010. This is the story of 2 refugee families, ഒരു Burmese refugee and Afghan refugee. അപ്പൊ ആക്ച്വലി ഇന്ത്യയുടെ പൊസിഷൻ ഓൺ റെഫ്യൂജീസ് ഒത്തിരി സസ്പെക്ട് ആണ്. നമ്മൾ റെഫ്യൂജീസിനെ ആ സമയത്ത് ഒത്തിരിയും ചേഞ്ച് ആയി. ആ സമയത്ത് വി വുഡ് ടേക്ക് റെഫ്യൂജീസ്, പക്ഷെ അവർക്ക് ഒരു റൈറ്റ്സും കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പം നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ നമ്മുടെ കൺട്രിയിൽ ബിക്കോസ് ഓഫ് സം പൊളിറ്റിക്കൽ അൺറെസ്റ്റ് നമ്മൾ വെളിയിൽ പോവുക, വേറെ ഒരു കൺട്രിയിൽ പോവുക, അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ജോലിക്ക് നമുക്ക് അലൗഡ് അല്ല, വർക്ക് പെർമിറ്റ് ഇല്ല. നമുക്ക് ഒരു വിധം ഓർഗനൈസ്ഡ് ലേബറിൽ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. നമ്മുടെ ഫാമിലി ഉണ്ട്, അവർ നമുക്ക് ഒരു ചെറിയ സ്റ്റൈപ്പൻഡ് തന്നു, അത് വെച്ച് നമ്മുടെ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഡിഗ്നിറ്റി ഇല്ല, ഒരു സെക്യൂരിറ്റി ഇല്ല. അപ്പൊ ആ ഒരു സ്പേസിൽ ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തൊരു കോളനി ഉണ്ടായിരുന്നു, ബർമീസ് കോളനി. അങ്ങനെ ഞാൻ അവിടെ ഒരു ഫാമിലിയോട് കൂടി ഫ്രണ്ട്ലി ആയി, അവരുടെ സ്റ്റോറി അറിഞ്ഞു. അപ്പൊ അപ്പം ഞങ്ങൾ വി വർ നോട്ട് മാരിഡ്, സോ ഐ ഷെയർഡ് ദി സ്റ്റോറി വിത്ത് സുഷ്മിത്. ഐ സെഡ് വി നീഡ് ടു ഡു സംതിങ്, യു നീഡ് ടു പുട്ട് ദാറ്റ് സ്റ്റോറി ഔട്ട് ദെയർ. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് ഫിലിം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വേറെ ഒരു അഫ്ഗാൻ ഫാമിലിയെ മീറ്റ് ചെയ്തു. ബ്യൂട്ടിഫുൾ ഫാമിലി, 5 പെൺപിള്ളേർ അവർക്കുണ്ടായിരുന്നു. അഗൈൻ സിമിലർ സോർട്ട് ഓഫ് ഇൻസെക്യൂരിറ്റീസ്. അങ്ങനെ ആ ഫിലിം ആക്ച്വലി ആയി വന്നപ്പോഴത്തേന് UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജി റൈറ്റ്സ്, അവരുടെ ഒരു ഇന്റർവ്യൂ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അവരോടത്ത് ഇത് ഏതാണ്ട് കോളേജ് കിഡ്സ്, ഓക്കെ ലെറ്റ്സ് ഡു ആൻ ഇന്റർവ്യൂ. ബട്ട് ദാറ്റ് വാസ് വെരി ഡാമിങ് ഫോർ ദം, ബിക്കോസ് അവര് പറഞ്ഞ കാര്യങ്ങളും ആസ് പോളിസിയും നമ്മൾ ഫിലിമിനകത്ത് കാണിക്കുന്ന റിയാലിറ്റിയും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പം when the film was put together, we wanted the world to see it. അപ്പം ഞങ്ങൾ ഒരു ക്യാമ്പയിൻ, ലൈക്ക് ഐ സെഡ്, എവറിത്തിങ് ഇസ് DIY ആയിരുന്നു. ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ ഫേസ്ബുക്ക്, ഫ്രണ്ട്സ് ഉള്ള ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡിലെ ഫ്രണ്ട്സിന് ഇമെയിൽ അയച്ചു that we'll ship you free copies of the film, just play it in your communities. വേൾഡ് റെഫ്യൂജി ഡേ, ഐ തിങ്ക് 22nd June ആയിരുന്നു തോന്നുന്നു. വേൾഡ് റെഫ്യൂജി ഡേയിൽ ജസ്റ്റ് പ്ലേ ഇറ്റ്. സ്കൂളിലാണെങ്കിൽ സ്കൂൾ, ഓഫീസിലാണെങ്കിൽ ഓഫീസ്, ടീച്ചേഴ്സ്, നഴ്സസ്, അങ്ങനെ കുറെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അങ്ങനെ ഈ ഫിലിം ഓൺ വേൾഡ് റെഫ്യൂജി ഡേ 22 കൺട്രീസിൽ സൈമിൾട്ടേനിയസ്ലി ഇങ്ങനെ സ്ക്രീൻ ആയി, ബ്രോഡ്കാസ്റ്റ്. ചിലര് സ്കൂളില് പിള്ളേരെ കാണിച്ചു, ചിലര് ഐ തിങ്ക് സിംഗപ്പൂരിലാണ് തോന്നുന്നു ഒരു ചെറിയ സിനിമ ഹാൾ ബുക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സിന്. അപ്പൊ അതൊരു വല്ലാത്തൊരു സൂപ്പർ സ്പ്രെഡർ, ഇപ്പം ടു ബോറോ ഫ്രം കറന്റ് റിയാലിറ്റി, ഇവന്റ് ആയി. സോ ഇറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ UNHCR. And eventually Fiar Wang, the Burmese lady, അവരുടെ ഫാമിലിക്ക് അവര് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ ആപ്ലിക്കേഷൻ അവര് 5 വർഷമായിട്ട് പിന്നെ തള്ളി മാറ്റുമായിരുന്നു. But because of the pressure that the film put and so much attention on the issue,
അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോകാനുള്ള പേപ്പർ വർക്ക് അവർ ശരിയാക്കി. ദ അഫ്ഗാൻ ഫാമിലി ഗോട്ട് സ്പെഷ്യൽ പെർമിറ്റ് ടു വർക്ക്. അങ്ങനെ പിന്നെ അവർ തന്നെ ഫിലിം കാണാൻ വന്നു. IIC-യിൽ ഫിലിം സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ വന്ന് പറഞ്ഞു, ദിസ് ഫിലിം ഇസ് ക്രിയേറ്റിംഗ് ടു മച്ച് പ്രഷർ, സോ വി നീഡ് ടു ഡു സംതിങ്. അപ്പൊ ആ ഫിലിം എനിക്ക് ആക്ച്വലി ഇസ് വെരി വെരി സ്പെഷ്യൽ ബിക്കോസ് it proved to me that you can make tangible change happen, and good storytelling can do that. Unfortunately, Astri Fiyarwang film release and oru divasam mumbu she died. She had tuberculosis, so she couldn't watch the film. But our family oru brighter future ആയി. പിന്നെ ഇതിന്റെ പോളിസിയിൽ തന്നെ ലോങ് ടേം ചേഞ്ചസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഈ ഫിലിം ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പം പോസിബിലിറ്റി ആയോന്ന് അറിയത്തില്ല, പക്ഷെ അതിനൊരു ഇനീഷ്യൽ സ്റ്റെപ്പ് ആയി. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഈസ് മൈ വെരി മീനിങ്ഫുൾ ദാറ്റ് ഫിലിം. അത് വളരെ എന്താ പറയാ, നമുക്ക് തന്നെ ഡയറക്റ്റ് ചേഞ്ച് നമ്മുടെ ഇതിൽ നിന്ന് കാണുന്നത് എന്നെക്കാട്ടും നല്ല ഒരു ഫീലിംഗ് ഇല്ല. സോ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോ മലയാള സിനിമകൾ കാണാറുണ്ടോ? പിന്നെ അത് കാരണം ഏഷ്യാനെറ്റിലല്ല വളർന്നത്, സ്റ്റേപ്പിൾ ഫുഡ്. സൺഡേ ഏഷ്യാനെറ്റ്, അതിന് മുന്നേ DD, അതിന് മുന്നേ എല്ലാ ഞായറാഴ്ച ഇവിടെ പാർക്കിൽ ഡൽഹിയിൽ വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് റീജിയണൽ ഫിലിംസ് കാണിക്കുമായിരുന്നു. അപ്പം മമ്മിയും പപ്പായും ഒക്കെ അപ്പൊ പോയായിരുന്നു. ബ്ലാക്ക് ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ലായിരുന്നു അപ്പത്തേന്. അപ്പൊ തൊട്ട് ഒരു സിനിമ വാച്ചിങ് എക്സ്പീരിയൻസ്. മലയാളം സിനിമ ഈസ് ദ മദർ ഓഫ് ദാറ്റ് ഫോർ മീ. മലയാള സിനിമയിൽ ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? മണിച്ചിത്രത്താഴ്. ഫേവറേറ്റ് ആക്ടർ? I would say Mohanlal, like a good Malayali. Position Martin, ichiri pada. Actress? Actress, I've always enjoyed Revati and Shobana. I think more recently in actors, I love Fahad. Fahad Fasil's ideology towards cinema is only transformational, and Parvati. Very relatable characters, very relatable stories. So I think these are the folks I really like. ഏതെങ്കിലും കാലത്ത് ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഫിലിം ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ? അത് ഫുൾ absolutely love to. പക്ഷേ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫിക്ഷൻ, റൈറ്റ്? ലൈക്ക് ഫിക്ഷൻ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കുറെ കാര്യങ്ങൾ ഒത്തുവരണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒരു സ്റ്റോറിയിലുള്ള ഏറ്റവും ആദ്യം നമ്മള് സ്റ്റെപ്പിംഗ് പോയിന്റ്. അപ്പം we're thinking of writing a fiction. ആ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. should happen, I think. ഏത് ഭാഷയിലായിരിക്കും തീരുമാനിച്ചോ, അതോ ഓപ്പൺ ആണോ ഇപ്പൊ? ഇപ്പം ഓപ്പൺ ആണ്, ബട്ട് ഐ എം വെരി വെരി ഇൻട്രസ്റ്റഡ് ഇൻ മലയാളം. ഇൻഫാക്ട് സുഷ്മിത് ഇസ് ഓൾസോ സുഷ്മിത് എന്നെക്കാട്ടിലും കൂടുതൽ കേരളത്തിൽ പോയിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്, എന്നെക്കാട്ടിലും കൂടുതൽ കേരളം കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങള് ദാറ്റ് ഈസ് വാട്ട് എന്റെ ബിഗ്ഗസ്റ്റ് കംപ്ലൈന്റ് അഗൈൻസ്റ്റ് മൈ പേരൻസ് അതായിരുന്നു. എല്ലാ വർഷവും നാട്ടിൽ പോകും, കോട്ടയത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിൽ നിന്ന് കോട്ടയം മുഴുവൻ കണ്ടിട്ടുണ്ട്. ബിയോണ്ട് കോട്ടയം ഒത്തിരി കുറവാ കേരളം എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ എന്റെ ഹസ്ബൻഡ് കളിയുമാക്കും, നിന്നെക്കാട്ടിലും കൂടുതലും ഞാനാ കണ്ടിട്ടുള്ളത്. സോ ടേംസ് ഓഫ് ജസ്റ്റ് ലാൻഡ്സ്കേപ്പ്, ഇറ്റ്സ് ക്വൈറ്റ് എൻ ഐറണി ആക്ച്വലി. ഞാൻ ഫുൾ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല, ഒരു പ്രോജക്ട് വന്നിട്ടില്ല. സോ ഐ തിങ്ക് അതൊരു സ്പെഷ്യൽ റിസർവേഷൻ ആക്കി ഞാനിപ്പം വെച്ചിരിക്കുന്നത്. മേ ബി our own fiction film I think we'll shoot there. Great. So അത് അടിപൊളിയാണ്. സോ ഈ ഡോക്യുമെന്ററി ഫിലിം ഉണ്ടാക്കാൻ എന്തൊക്കെ, അല്ലെങ്കിൽ ഡോക്യുമെന്ററി ഫിലിം മാത്രമല്ല, ഒരു ഫിലിം മേക്കറിന്റെ ഏറ്റവും വലിയ കഴിവ് സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് കുറച്ചു മുമ്പേ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല കഴിവ് ഒരു ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് എന്താണ് ആവശ്യം, ഏറ്റവും നല്ല കഴിവായിട്ട് തോന്നുന്നത് റിന്റുയുടെ അഭിപ്രായത്തിൽ? I think രണ്ട് കാര്യമായിരിക്കും, and they go hand in hand, would be observation and patience. Very very important. I think എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും തെളിഞ്ഞിങ്ങനെ എനിക്ക് ഓർമ്മയുള്ള ഒബ്സർവേഷൻ സ്കിൽ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഈ ട്രെയിൻ ജേർണീസ് ആയിരുന്നു. എൻ്റെ ഫാദർ ഒത്തിരി പങ്ക്ച്വൽ ആളാണ്. അപ്പം 11 മണിക്ക് ട്രെയിൻ ആണെങ്കിൽ 9:45 ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഇരിക്കും.
അപ്പം ഒത്തിരി സമയമുണ്ട് ആൾക്കാരെ കാണാൻ, ഇങ്ങനെ ഡിഫറെന്റ് റിയാലിറ്റീസ് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ. അപ്പം ഫോണൊന്നും ഇല്ലായിരുന്നു നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. എന്തുമാത്രം എന്ന് വെച്ചാൽ ഫാമിലിയോടുത്ത് സംസാരിക്കുന്നത്. അപ്പം ഈ ഓരോ ആൾക്കാർ ഇങ്ങനെ മുന്നിൽ കൂടെ പോകും, അവരുടെ റിയാലിറ്റീസ് കൺസ്ട്രക്ട് ചെയ്ത് ആക്ച്വലി ഞാൻ സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് വേണ്ടി തന്നെ ഒരു കൊഹറന്റ് തോട്ടാക്കി മാറ്റിയത്. അപ്പം എനിക്ക് തോന്നുന്നത് വേറെ ഒരാളുടെ ജീവിതം, അപ്പൊ നമ്മൾ ഡോക്യുമെന്ററി ആണേലും ഫിക്ഷൻ ആണേലും വേറെ ഒരാളുടെ ജീവിതം ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുമ്പോഴത്തേന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഇൻ എ സ്റ്റോറി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥയിൽ നമ്മളല്ല ഫിലിം നമ്മൾ ഓർക്കുവാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പർട്ടിക്കുലർ ട്രേറ്റ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെ ഒരു ഡയലോഗ് പറയുന്ന ഒരു രീതി, അല്ലെ ആ പുള്ളിയുടെ ജീവിതശൈലി, ഒരു ആ ഒബ്സർവേഷനിലാണ് നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നത്. അത് ചെയ്ത് ഒരു സ്റ്റോറി ആക്കി എടുക്കാൻ ഒത്തിരി സമയം എടുക്കും, ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഒത്തിരി ക്രിയേറ്റിവിറ്റി വേണം, ഫണ്ട് റേസിങ് ചെയ്യാൻ ഒത്തിരി പീപ്പിൾ സ്കിൽസ് വേണം, അതുകൊണ്ട് പേഷ്യൻസ് വേണം. എനിക്ക് തോന്നുന്നു എന്റെ ഈ പ്രൊഫഷൻ കാരണം എനിക്ക് എന്റെ അടുത്ത് ഒരു 10% പേഷ്യൻസ് ഉള്ളതാല് പേഷ്യൻസ് എന്ന് പറഞ്ഞ വിഭവം ഇല്ലായിരുന്നു. But these are really important. നമുക്ക് to develop something that connects with strangers. I would say that. Of course, passion and all is there. But you need that to do anything in life. Yeah. But without observation, it's not possible. So, ഇങ്ങനെ യുവതലമുറ ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ എത്ര കാലം പിടിച്ചിരിക്കണം? അപ്പൊ നമ്മുടെ എന്താ പറയാ ജീവിത ചെലവിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ഫൈനാൻസസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ് അവന്യൂ ആണോ? എങ്ങനെയാണ് അതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ്? ഡെഫിനറ്റ്ലി അതൊരു ഇച്ചിരി സ്മാർട്ട് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. ലൈക്ക് എനി പ്രൊഫഷൻ, അല്ലെ ഒരു ഓൺട്രപ്രന്യൂറൽ എന്തിനു വേണ്ടി നമ്മൾ പോവുകയാണെങ്കിലും അതിനകത്ത് റിസ്ക് ഉണ്ട്, ആൻഡ് നോ ഗ്യാരണ്ടി ഫോർ സക്സസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിച്ചിരി സ്മാർട്ടായി അത് നാവിഗേറ്റ് ചെയ്യുവാണെങ്കിൽ, ആൻഡ് വാട്ട് ഡു ഐ മീൻ ബൈ സ്മാർട്ട് ഈസ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ ഇൻകം ഇസ് ജനറേറ്റഡ്. And that is something both of us were very clear that we're not going to take money from our parents. അപ്പൊ എങ്ങനെയാ നമ്മളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? തുടക്കത്തിലെ ഫ്രീലാൻസ് വർക്ക് ആയിരുന്നു. ആസ് ഡയറക്ടേഴ്സ്, ആസ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മൾ യു ഗെറ്റ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓൾസോ. നമ്മൾ ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു പുട്ട് യുവർ ബഡ്ജറ്റ് ഔട്ട് ദെയർ. ദിസ് ഇസ് നോട്ട് ഫോർ ഫ്രീ. യു ഡു യുവർ കോൺട്രാക്ടിങ് വെൽ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ബാഡ് എക്സ്പീരിയൻസുകളുണ്ട് പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ പഠിച്ചു. ആൾക്കാർ ഫ്ലീസ് ചെയ്തു, ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ പെട്ടെന്ന് ആ ഒരു സ്ട്രക്ചർ പഠിച്ചു, എങ്ങനെയാ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെയാ നമ്മൾ കോൺട്രാക്ടിങ്ങിൽ ക്ലോസസ് വെക്കുന്നത്, എങ്ങനെയാ വർക്ക് ഷിഫ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അടി കിട്ടി പഠിച്ചു കാരണം അതങ്ങ് ആദ്യമേ അങ്ങ് സെറ്റായി. So which means that anybody who came to us or we went to somebody, nobody expected anything for free. ഒരു ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും അങ്ങനെയാ തുടങ്ങിയത്. ദെൻ സെക്കൻഡ്ലി നമ്മൾ ഒരു ക്ലാഷ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഒത്തിരി കമ്മീഷൻ വർക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പാഷൻ പ്രോജക്റ്റ് അല്ല. സോ ഫ്രം മൈ എൻഡ് ഞങ്ങൾ എപ്പോഴും ആ പാഷൻ പ്രോജക്റ്റ്, ഇപ്പൊ ജിമ്മി ഇങ്ങനെ ചെയ്യുന്ന പോലെ വി യൂസ് ടു കീപ് ദാറ്റ് അലൈവ്. അപ്പം ആദ്യത്തെ 5-6 ഫിലിംസ് ആർ ഓൾ സെൽഫ് ഫണ്ടഡ്. അതിൽ നിന്ന് ഒരു കോൺസെപ്റ്റ് ഓഫ് എൻ ഇൻകം. നമ്മൾ ആ ഫിലിം എവിടെയെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ പൈസ വെച്ച് വേണം. പക്ഷെ വിത്ത് റൈറ്റിംഗ് വിത്ത് ഫയർ വി ന്യൂ ദാറ്റ് ഇതൊരു 5 വർഷത്തെ പ്രോസസ്സാണ്. ഇന്ത്യയിൽ ഫണ്ടിങ് സ്ട്രക്ചേഴ്സ് ഇല്ല. അപ്പം വെളിയിലുള്ള ഇന്റർനാഷണൽ ഫണ്ടിങ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ വെരി കമ്പറ്റീറ്റീവ്. അതുകൊണ്ട് ഒത്തിരി ഹാർഡാണ്. പക്ഷെ പ്രപ്പോസൽ എഴുതി നമ്മുടെ പിച്ച് ചെയ്ത് ഇറ്റ് വാസ് പോസിബിൾ ടു ക്രിയേറ്റ് ദ മണി നീഡഡ്. നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിന് കൂട്ടത്തിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് ഇറ്റ്സ് ഓൾ വെരി വെരി എക്സ്പെൻസീവ്. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം തന്നെ ഉണ്ടാക്കി. So anybody who wants to do this, it's possible. It's a myth that documentary filmmaking is not going to earn you money. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ആ ഒരു വർക്ക് കൾച്ചർ നമ്മൾ ഉണ്ടാക്കുന്നത്, that you have to be very clear right from the beginning what it is going to be. നമ്മൾ പുറത്ത് കാണുമ്പോൾ
എല്ലാം സിനിമയിൽ ആ ലാസ്റ്റ് ഔട്ട്പുട്ടിലേ കാണുന്നുള്ളൂ. അപ്പോൾ വിചാരിക്കും ഓ എന്ത് സുഖം, എന്ത് രസം. പക്ഷെ ഇതിന്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് നമ്മൾ തന്നെ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഗ്രേറ്റ് ഇത് മെസ്സേജ് എല്ലാവർക്കും വേണ്ടി. ഇതുവരെയുള്ള പ്രോജക്ട്സിൽ ഏറ്റവും വലിയ ഫെയിലിയർ ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? അതിന് വല്ല ലേണിംഗ് പോയിന്റ്സ് ഉണ്ടോ? Project as a failure, no. അല്ലെങ്കിൽ ജസ്റ്റ് ഫെയിലിയേഴ്സ് എക്സ്പീരിയൻസ് വൈസ്, പ്രോജക്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്പീരിയൻസ് വൈസ്? I think failure, I would translate that maybe as a challenge, because തുടക്കത്തില് ഒത്തിരി പാഷനേറ്റ് ആയിട്ട് കോൺസെപ്റ്റ്സ് പിച്ച് ചെയ്തു, ആരെങ്കിലും പ്രോജക്റ്റ് തരുവാനും വെരി ഹാപ്പി. അങ്ങനെ ഓവർ ചെയ്തപ്പോഴത്തേനും ഒരു പ്രോജക്റ്റിൽ ആക്ച്വലി ഞാൻ റിസർച്ച് ചെയ്തു, റെക്കി ചെയ്തു, ഒരു വലിയൊരു ഡയറക്ടറിന് വേണ്ടിയായിരുന്നു. അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞ് what she had said was that you will direct it and I will creatively just overlook the whole thing. So I was very excited. It would have been my first, and it was for a big television network. Apam, you think that, oh my God, my moment has arrived. എല്ലാം ചെയ്ത് we were going to go for the shoot in Rajasthan the next day, and she called for a meeting in the evening എന്നിട്ട് പറഞ്ഞു, ഓ ഞങ്ങളുടെ ക്രൂവിന് വലിയ കോൺഫിഡൻസ് ഇല്ല, a young woman director, എല്ലാം സിനിമാറ്റോഗ്രാഫേഴ്സും എല്ലാവരും they are very experienced men. അവർക്കൊരു യങ് വുമൺ ഡയറക്ടറിൽ അത്രയ്ക്ക് അവർക്ക് കോൺഫിഡൻസ് വരുന്നില്ല. സോ ഐ ഹാവ് ടു പുൾ യു ഔട്ട് ആൻഡ് ദ പ്രോജക്ട് I'll have to get a mail, and that director also I knew, and he's going to take your place and we'll pay you for it. And that really felt bad. That felt like that is from a woman. Yeah, especially because it came from a woman. So I think adil ninnu enike ichiri samay eduthu recover cheyan, because that dents your confidence of what I can do. Angane adu kaaranam aa or experience, but now in retrospect ottiri important aayirunnu. നമ്മൾ എങ്ങനെ കോൺട്രാക്ടിങ് ചെയ്യുന്നത്, പിന്നെ എന്താണ് നമ്മൾ ആദ്യമേ going prepared that you have a unique perspective because I'm a young woman director. ആ കോൺവെർസേഷൻസ് റൈറ്റ് ഇൻ ദ ബിഗിനിങ് ചെയ്യാൻ, അതൊരു സ്ട്രേഞ്ച് വേയിൽ, ഒരു വാശി പോലെയാ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് എടുത്തത്. സോ ഐഡ് സേ ദാറ്റ് ദോ അങ്ങനത്തെ 2-3 എക്സ്പീരിയൻസസ് തുടക്കത്തില് ഉണ്ടായി, വിച്ച് ഇവൻച്വലി ആ സമയത്ത് ഒത്തിരി ഷിറ്റി ഫീലിംഗ് ആയിരുന്നു, പക്ഷെ അതൊരു സ്ട്രെങ്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ബട്ട് ടു യുവർ ക്വസ്റ്റ്യൻ ഓഫ് ഫെയിലിയർ, ഐ വുഡ് സേ ചിലപ്പം നമ്മൾ ടീംസ് ബിൽഡ് ചെയ്യുമ്പം എല്ലാവരും ഒരേ വിഷൻ സാമ്യമായിട്ട് നടക്കണമെന്ന് അത്യാവശ്യമല്ല. യു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ടെമ്പർമെന്റ്സ്. ഹാഫ് ഓഫ് ഫിൽം മേക്കിംഗ് ഇസ് ആക്ച്വലി പീപ്പിൾ മാനേജ്മെന്റ്, ബിക്കോസ് ഐ കാൺ ബി, ഞാൻ ഡയറക്ടർ, ഐ എം മേക്കിംഗ് ദ ഫിൽം, അങ്ങനെയല്ല. ദർ ഇസ് എ ഹോൾ വില്ലേജ് ഓഫ് പീപ്പിൾ who help you articulate your vision. നമ്മൾ ഈ തൃശ്ശൂർ ഇതിനകത്ത് റോയിങ് ഓഫ് ബോട്ട്, വള്ളം കളിക്കകത്ത് ഒരാൾ മാത്രം ചെയ്ത് നടക്കത്തില്ല, എല്ലാവരും സിങ്ക്രണൈസ് ആയിട്ട് ചെയ്യണമല്ലോ, എന്നാലല്ലേ അതിന്റെ ഒരു രസമുള്ളൂ. താളം വേണം. എക്സാക്ട്ലി. സോ അങ്ങനെ ഐ തിങ്ക് എനിക്ക് ചാലഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു ഐ വുഡ് സേ ഫെയിലിയേഴ്സ് ഓഫ് റിയലി ഗെറ്റിംഗ് തുടക്കത്തില് ഗെറ്റിംഗ് ദ കൈൻഡ് ഓഫ് പീപ്പിൾ ഹു മൈറ്റ് ബി ഗ്രേറ്റ് in their own work, but are they team players, and do they really believe in what you want to do? അവിടെ ഒത്തിരി ടീം ക്യൂറേഷൻസിൽ പിന്നെ പതുക്കെ മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ ഒരാളെ അസസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദെയർ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ദെയർ ടാലന്റ്, ഹു ആർ ദേ ആസ് പീപ്പിൾ, എത്ര അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റീസ്, അങ്ങനത്തെ നമ്മളൊരു കല്യാണം ഐ തിങ്ക് മാച്ച് മേക്കിംഗ് പോലെയാ. ദാറ്റ് ഐ വുഡ് ബി സേയിങ് ദാറ്റ് ഐ ഫെയിൽഡ് മെനി ടൈംസ് ദെയർ. ഗ്രേറ്റ് മെസ്സേജ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു മെന്റർ ആയിട്ട് ഒരു ഡയറക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലുക്കപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ, അല്ലെങ്കിൽ ആൾക്കൂട്ടമുണ്ടോ? I'll tell you why no, because ഞാൻ ഫിലിം മേക്കിങ്ങിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലായിരുന്നു. I was more like a fan of writers, and അങ്ങനെ ആ ഒരു ലോകത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഫിലിം സ്കൂളിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഞാൻ ഒറ്റൊരു ഡോക്യുമെന്ററി ഫിലിം കണ്ടിട്ടേ ഇല്ലായിരുന്നു. എന്റെ നോളജ് ഓഫ് സിനിമ വാസ് B grade, like 80s 90s ഹിന്ദി സിനിമ ആൻഡ് മലയാളം സിനിമ, കേബിൾ ടെലിവിഷനിൽ വരുന്നത്, അതായിരുന്നു എനിക്ക് വേണ്ടി സിനിമ. അത് കാരണം ഞാൻ ഇങ്ങനെ ഇൻ മൈ ഫോർമേറ്റീവ് ഇയേഴ്സ് ഇങ്ങനെ ഒരു ഫിലിം മേക്കറിനെ അഡോർ ചെയ്ത്, അല്ല അവരുടെ സ്റ്റൈലിനെ അഡോർ ചെയ്തിട്ട് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു മെന്റർ ഇല്ല. ബട്ട്
അത് കഴിഞ്ഞ് when world cinema opened up, Iranian cinema actually is really something that has had a influence on me. Majid Majidi, Maqbal Buff, because അവർക്ക് കൺസ്ട്രെയിൻസ് ആ ഭയങ്കരം. കുറെ കഥകൾ അവർക്ക് പറയാൻ ഒക്കത്തില്ല, ബിക്കോസ് സ്റ്റേറ്റിന്റെ അത്രയും കൺട്രോൾ ഉണ്ട് സ്റ്റോറി ടെല്ലിംഗിൽ. ആ റെസ്ട്രിക്ഷൻസിൽ അവർ എങ്ങനെ എവറി ഡേ സ്റ്റോറീസ് ഉണ്ടാക്കി, എങ്ങനെ ആൾക്കാരുടെ കഥകൾ ട്രൂ, ഞാൻ പറയുന്നത് ഐ വുഡ് ആക്ച്വലി സേ ആബ്സല്യൂട്ട് ട്രൂ സ്റ്റോറി ടെല്ലിംഗ് വിത്ത് നത്തിങ് as real people as fiction. That അങ്ങനെ ഒരു ഫിക്ഷൻ ഫിലിം ഉണ്ടാക്കുവാണെങ്കിൽ I would consider my life to be successful, to be honest. ഗ്രേറ്റ്. അപ്പോ ഇത്രയും കാലം ഇത്രയും ഇത് കാര്യങ്ങൾ ചെയ്തു. ഇനി ഭാവിയിലുള്ള നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് പ്ലാൻ? ഇപ്പൊ 2-3 പ്രോജക്ട്സ് ഉണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്, ഡെവലപ്മെന്റ് നടക്കുന്ന. കോവിഡ് കാരണം റെക്കി നമ്മൾ ട്രാവൽ ഒക്കുന്നില്ല. ഈ സ്പേസിൽ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ambition ആണ്. ടു ഡയറക്ട് മോർ ഫിലിംസ്, പ്രൊഡ്യൂസ് മോർ ഫിലിംസ് ആൻഡ് ആക്ച്വലി ബ്രിങ് ഇൻ മോർ വിമൻ ഡയറക്ടേഴ്സ്. That is a conscious goal. Women technicians, women producers, women directors. I wouldn't say avarku opportunity kodukkuva, but I'd say like for us to have the opportunity to work with more women and just be in this space. I can't imagine ഇത് വിട്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ ഒരു the next feature, the next film എന്നുള്ള ഒരു ഇപ്പൊ ഒരു ബ്രേക്ക് ആണ്. ഒരു 5-year journey കഴിഞ്ഞ ഒരു little bit of refreshing break ആണ്. Forced by COVID also. കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെയാണ് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? In what way? In any way, like dream for the future, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാകണം എന്നുള്ള ഒരു സ്വപ്നം, അല്ലെങ്കിൽ കേരളം വേണ്ട, ഇന്ത്യ എന്ന് പറയാം. കാരണം കേരളം മാത്രം ഒതുങ്ങുന്ന ആളല്ല റിന്റു. ഇൻഫാക്ട് വേൾഡ് ലെവലാണ്. എന്നാലും ഇന്ത്യ വെച്ച് തുടങ്ങാം. കാരണം ഇന്ത്യയിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു സ്വപ്നം? I think if India കേരളത്തിനെ പോലെ ആവുകയാണെങ്കിൽ we're sorted. In many ways, I think, of course, Kerala is not perfect. പക്ഷേ ഒരു ഡിഗ്നിറ്റി ഓഫ് ലൈഫ് ഇപ്പം നമ്മൾ എത്ര കാണുന്നുണ്ടോ, ഒരു സ്റ്റേറ്റ്സ് കണക്ഷൻ വിത്ത് പീപ്പിൾസ് ലൈഫ്, ഇങ്ങനെ എസ്പെഷ്യലി ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ, ഒരു കാലം വരുമ്പം ഒരു കാര്യത്തിന് ഒരു സർട്ടിറ്റ്യൂഡ് ഇല്ലാതെ ഇത്രയും ഗ്രീഫ് ആൻഡ് സോറോ ഉള്ള സമയത്ത് I think it's very important to see strong leadership. Doesn't matter what party they belong to. It's a very strong and compassionate leadership. നമ്മളിപ്പം ശൈലജ ടീച്ചറിനെ പറ്റി ലോകത്തിൽ ആൾക്കാർ സംസാരിക്കും, ഗാർഡിയനിലെ ആർട്ടിക്കിൾസ് വരുന്നു. I feel so proud in a very weird way. I mean my roots are from Kerala, പക്ഷെ I am not true Malayali നമ്മൾ പറയുന്നത് like in that way. But I feel so proud because there is ഒരാളുടെ ജീവിതത്തിന് വിലയുണ്ട് ഇപ്പോഴും കേരളത്തിൽ. And I think if rest of India can actually അതിന്റെ ഒരു 10% അഡോപ്റ്റ് ചെയ്താൽ we're in a good space. ഗ്രേറ്റ്, സൂപ്പർ, കൊള്ളാം. വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇത് സംഭാഷണം. ഈ റൈറ്റിംഗ് വിത്ത് ഫയർ എവിടെ നമുക്ക് ഒഫീഷ്യലായിട്ട് കാണാൻ പറ്റും? പ്രേക്ഷകർക്ക് കാണണം എന്നുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാൽ കാണാം? ഇപ്പം ഞങ്ങൾ വേൾഡ് പ്രീമിയർ നടത്തിയത് സൺഡാൻസിലാണ്. അത് കഴിഞ്ഞ് യൂറോപ്യൻ പ്രീമിയർ നടത്തി. ഇനിയിപ്പോൾ ഓരോ കൺട്രി പ്രീമിയേഴ്സ് ആണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഹോപ്പ്ഫുള്ളി സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയറിൽ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽസ്, ഏതെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ത്രൂ ഫിലിം വരും. ഇപ്പൊ കറന്റ്ലി US 3 ഫെസ്റ്റിവൽസിൽ നടക്കുന്നുണ്ട്. ഹോട്ട് ഡോഗ്സ് ഇൻ കാനഡയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ റൈറ്റിംഗ് വിത്ത് ഫയർ, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ like we are putting up updates every year. Next travel ചെയ്യുന്ന next month it is going to Poland and after that to Russia. അങ്ങനെ ലോകത്തിൽ എല്ലായിടത്തും പോകുന്നുണ്ട്. ഞങ്ങളോടത്തും പോകുന്നില്ല, പക്ഷെ ഫിലിം പോകുന്നുണ്ട്. But a lot of screenings in the US. So if you're on the page you will know. ഓക്കെ. പക്ഷേ ഓൺലൈൻ ഇങ്ങനെ പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഇങ്ങനെ സാധാരണ ജനങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻസ് വരുമോ? ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഹ്യൂജ് ചാലഞ്ച്. നമ്മളൊരു ഇൻഡിപെൻഡന്റ് ഡോക്യുമെന്ററി ഡെഫിനറ്റ്ലി ആവുമ്പത്തേന് there are some conversations with OTTs, so fingers crossed.
ഗ്രേറ്റ്. ഞാൻ NPR-ലാണ് ഞാനത് ഇത് ആദ്യമായിട്ട് വായിച്ചത്. നാഷണൽ പബ്ലിക് റേഡിയോ. ഞാൻ അമേരിക്കയിൽ ആകെ ഒരു ന്യൂസിലെ മെയിനായിട്ട് എനിക്ക് വിശ്വാസമുള്ളൂ അത് NPR ആണ്. കാരണം അത് ക്രൗഡ് ഫണ്ടഡ് അപ്പൊ അതിൻ്റെ അകത്ത് ഇത്ര വലിയ ആർട്ടിക്കിൾ വന്ന ഉഗ്രൻ ആർട്ടിക്കിൾ ആയിരുന്നു. സോ ഞാനിങ്ങനെ നോക്കി, റിന്റു തോമസ് പേര് കേട്ട് കഴിഞ്ഞാൽ മലയാളി ആയിരിക്കണം. അങ്ങനെയാണ്. യെസ് ഗ്രേറ്റ്. അപ്പൊ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്നുണ്ടോ? പക്ഷെ ഇത് ഡ്രീം മലയാളം ചാനൽ ആയതുകൊണ്ട് പുള്ളിക്ക് മലയാളം കേരളത്തിൽ യാത്ര ചെയ്തെങ്കിലും മലയാളം അത്ര പിടിയുണ്ടാവില്ല. അല്ലെങ്കിൽ രണ്ടുപേരെയും കൂടി സംസാരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ ഡ്രീം മലയാളം അടിപൊളി, കഴിച്ചു കഴിഞ്ഞ് നല്ലപോലെ അടിപൊളി എന്ന് പറയും. ദാറ്റ് ഈസ് മലയാളം. ഓണാശംസകൾ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷെ നമ്മുടെ മലയാളം സ്റ്റാഫ് നമ്മള് നാട്ടിങ്ങനെ വളച്ച് നമുക്ക് ശീലമില്ലെങ്കിൽ ഇച്ചിരി ടഫാണ്. ബംഗാളി ഈസ് മച്ച് ഈസിയർ. എനിക്ക് സംസാരിക്കാനും മനസ്സിലാക്കാനും എടുക്കും. നമ്മളിപ്പം രണ്ടു വാക്ക് എനിക്കറിയാം. ഏതാ? ആഷുൻ, ബോഷുൻ. യൂസ്ഫുൾ വേർഡ്സ്. സോ ഇപ്പം ഫിലിമുകൾ ഇങ്ങനെ ഓരോ നാടുകളിൽ പറക്കുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ വിർച്വൽ ആയിട്ട് അത് അറ്റൻഡ് ചെയ്യുന്നു. അതൊരു ഭയങ്കര ഒരു സെൽഫിഷ് വേ വല്ലാത്തൊരു ട്രാജഡിയാണ്. ബിക്കോസ് നമ്മളൊരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രേക്ഷകർ എങ്ങനെ അതിനെ അബ്സോർബ് ചെയ്യുന്നു, അതാ ഏറ്റവും വലിയ റിവാർഡ്. പീപ്പിൾ അഗ്രീയിങ്, ഡിസ്അഗ്രീയിങ്, ലാഫിങ്, ക്ലാപ്പിംഗ്, ഐ ഡോണ്ട് നോ. അപ്പൊ ഞങ്ങളുടെ ഡ്രീം ആയിരുന്നു ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽസിൽ ട്രാവൽ ചെയ്ത്. അപ്പം ആ ഒരു റിയാലിറ്റി നടന്നില്ല. ഹോപ്പ്ഫുള്ളി ഇവിടുത്തെ സിറ്റുവേഷൻ ബെറ്റർ ആവുകയാണെങ്കിൽ ലാറ്റർ ഹാഫ് ഓഫ് ദ ഇയറിലുള്ള ഫെസ്റ്റിവൽസിൽ so that at least the characters can actually experience their story being celebrated by people. That's the dream. I'm trying not to be very disappointed. പക്ഷെ വേൾഡ് പ്രീമിയർ ഞങ്ങളുടെ വീട്ടിലെ ലിവിംഗ് റൂമിൽ നിന്ന് ഒരു വേൾഡ് പ്രീമിയർ സൺഡാൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസിംഗ് ആയിരുന്നു. എക്സൈറ്റിംഗ് ആൻഡ് ഡിപ്രസിംഗ് at the same time. Anyway, cool. I mean, this is world level ഇത് എത്തിയല്ലോ. So that is amazing. Yes, that's more important. Yes, that's more important. ആൾക്കാരുടെ അതായത് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഇത് എല്ലാ മലയാളികളും, എനിക്കൊന്നും അധികം മലയാളികൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പോലെ അറിയില്ലായിരിക്കും. ഇപ്പൊ എന്നെ പോലെ ഞാനന്ന് NPR-ൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു എക്സലന്റ് ഫിലിം മേക്കർ ഉണ്ട്, അതും ഒരു മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു. സോ എല്ലാ മലയാളികളും ഇത് കഴിഞ്ഞ് ഇത് കേൾക്കുന്നവർ സിനിമ പോയി കാണട്ടെ, അല്ലെങ്കിൽ ഇത് പഴയ ബ്ലാക്ക് ടിക്കറ്റ് ഫിലിംസ് യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ കണ്ടു. കുറെ ടിംബക്ടു ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് മിറക്കിൾ വാട്ടർ വില്ലേജ് ഉണ്ട്, എല്ലാം അടിപൊളി ഞാൻ കണ്ടു. എന്താ പറയാ, ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് വെള്ളം ഉണ്ടാക്കുന്ന ഇതും, പിന്നെ ഫുഡിനെ പറ്റി നമ്മൾ കഴിക്കുന്ന പോയിസൺ, എല്ലാം വളരെ വളരെ റെലവെന്റ് ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തത്. സോ ഇറ്റ് വാസ് വെരി ഇംപ്രസീവ്. സോ താങ്ക് യു for doing this, for inspiring the world. ഇതിനെ മനുഷ്യരെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലർ ആയതിന് വളരെ വളരെ നന്ദി. Thank you for saying that. നിങ്ങൾക്ക് റിന്റുവുമായുള്ള സംഭാഷണം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ഡോക്യുമെന്ററി ഫിലിം മേക്കർ അഥവാ ഡയറക്ടറിന് ആവശ്യമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സംഭാഷണത്തിലൂടെ മനസ്സിലായി എന്ന് കരുതുന്നു. റിന്റുവിനെ പോലെ നിങ്ങൾക്കും സമൂഹത്തിൽ ഓരോരോ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്, റിന്റുവിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വഴി എൻ്റെ ഷോ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് dreammalayalam.com. റിന്റുവിൻ്റെ എല്ലാ ഭാവി സ്വപ്നങ്ങളും നിറവേറട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. റിന്റുവിൻ്റെ ഒരു മലയാള സിനിമയ്ക്കായി കാത്തിരിക്കാം. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.